മഹാന്മാരാവുന്ന ഈ അയിമ്മത്ത് മുജ്തഹിദീങ്ങളാവുന്ന ഇമാം ഷാഫി തങ്ങൾ, ഇമാം മാലിക് തങ്ങൾ, ഇമാം അബു ഹനീഫ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അവരുടെ കാലഘട്ടത്തോടു കൂടി ഇനി മറ്റൊന്നിലേക്ക് മറ്റൊരാളും കയറി പറയേണ്ട ആവശ്യമില്ലാത്ത നിലക്ക് ആവശ്യമാവുന്ന എല്ലാ ഹുക്കുമുകളെയും ആ ഹുക്കുമുകളെ മനസ്സിലാക്കാനുള്ളതായ അതിൻ്റെ സംവിധാനങ്ങളിലേക്കൊക്കെ അവർ വെളിച്ചം വീശിക്കൊണ്ടിട്ടാണ് മഹാന്മാരാവുന്ന ഇമ്മത്ത് അവരെ ആ ഹിദ്മത്ത് ഇവിടെ അവസാനിപ്പിച്ചത്. ഇനി അവരുടെ ആ അത് പിൻപറ്റിയും കൊണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുകയാണ് പിന്നീട് വന്നതായ പലരും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിലെത്തിയ ഇസ്ലാമിനെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ എത്തിയതിന് അന്ന് മുതൽ സംരക്ഷിച്ചുകൊണ്ട് വരുന്ന ഈ ദീനിക്ക് അതിനിക്ക് നമ്മളൊക്കെ മനസ്സിലാക്കിയ നിലക്കുള്ള ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളൊക്കെ ഇതുണ്ടായിരുന്നത് അന്ന് മുതൽ 1921 വരെയുടെ പ്രശ്നം ഉണ്ടാകുന്ന വരെ ആളുകൾ തറാവീഹ് 20 തന്നെ നിസ്കരിച്ചിരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ സുന്നികൾ ചെയ്ത് പോന്നിരുന്ന എല്ലാ കാര്യങ്ങളും ഖുതുബ അറബി ഭാഷയിലിരുന്നുണ്ടായിരുന്നത്. മഹാന്മാരെ കൊണ്ടുള്ള തവസ്സുൽ ഇസ്തിഗാസകളൊക്കെ ചെയ്തിരുന്നു. ഇതൊന്നും മുൻകഴിഞ്ഞ പണ്ഡിതന്മാരും എതിർത്തിട്ടില്ല. പിന്നീട് ഈ ബിദഈ ആശയങ്ങൾ പല നിലക്ക് ഇവിടെ പ്രചരിപ്പിക്കപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് മഹാന്മാരാവുന്ന അന്ന് ജീവിച്ചിരുന്ന ഖുതുബീങ്ങളിൽപ്പെട്ട വലിയ മഹാൻ എന്നാണ് മഹാനാവുന്ന ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു വറക്കൽ മുല്ലക്കോയ തങ്ങളെ പറ്റി പറഞ്ഞു. വറക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഴി മുല്ലക്കോയ തങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ പല പ്രാവശ്യം പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. ഖുതുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. അപ്പം അവരാണ് നേരത്തെ നൽകിയത്. അത് അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ പങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ പിന്നെ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയ പിന്നെ അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങിയ അന്ന് ജീവിച്ചിരുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാർ സംഘടിപ്പിച്ച് അവർ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പം ഈ പ്രസ്ഥാനത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. അത് വലിയ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും, അത് നമുക്ക് നാശമായിരിക്കും. അപ്പം അതുകൊണ്ട് ദീനീ രംഗത്ത് ഈ പ്രസ്ഥാനമാണ് നേതൃത്വം നൽകേണ്ടത്. ആ നേതൃത്വത്തിനോട് പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് ആ നേതൃത്വത്തിനെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആഖിറത്തിൽ രക്ഷപ്പെടലില്ലേ, അല്ലാതെ ഈ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളല്ലല്ലോ. നമുക്ക് ആഖിറാണല്ലോ ഏറ്റവും വലുത്. അവിടെ രക്ഷപ്പെടണം. അവിടെ നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന് കാണിച്ചു തന്ന പ്രത്യേകമായ ഒരു തെരീഖുണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തെരീഖ് ആ വഴി അനുസരിച്ച് നമ്മൾ നീങ്ങണം. അതാണ് മുസ്തഖീമായ തരീഖ് എന്ന് പറഞ്ഞത്. മുസ്തഖീമായ തരീഖ് എന്താ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അള്ളാഹു നിഅമത്ത് ചെയ്ത മഹാന്മാരാവുന്നതായ അംബിയാ ഔലിയാ സാലിഹീങ്ങൾ അവരെ തരീഖ്. ആ വഴിയിൽ നമ്മൾ പോകണം. ആ വഴി എന്താണെന്നുള്ളതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പം ഇതിൽ കൂടിയതുകൊണ്ട് വേറെ ഗുണമൊന്നും കിട്ടൂല. മരിച്ചാൽ ചിലപ്പോൾ വല്ല ദുആയൊക്കെ കിട്ടും, മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടിയുള്ളതായ ഒരു അഭ്യർത്ഥനയൊക്കെ ഉണ്ടാവും, മയ്യിത്ത് നിസ്കാരം കിട്ടും. പിന്നെ ആഖിറത്തിൽ മഹാനാവുന്ന ശൈഖുന എപ്പോഴും പറയുന്നത് പോലെ മഹാന്മാർ നമ്മളെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശൃംഖലയാണിത്, ഒരു വള്ളിയാണെന്ന് മനസ്സിലാക്കുക. ആ നിലക്ക് ഈ സംഘടനയ്ക്ക് പിന്നിൽ അടിയുറച്ച് നിൽക്കുക. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോഷക സംഘടനയാണ് SKSF. ആ SKSFിനെയും ചെറുതാക്കാൻ വേണ്ടി ആരും ശ്രമിക്കണം. അവർ നല്ല പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ദീനീ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ്. അവർ ചെയ്യുന്ന സേവനം, അവരുടെ വിഹായ പോലത്തെ സേവനങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടു അനുഭവിച്ചതും ആസ്വദിച്ചതൊക്കെ അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിനെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉപശാഖകളെ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ശാഖകളൊക്കെ ഇല്ലാതെയാക്കാനല്ല ശ്രമിക്കേണ്ടത്. പൂർണ്ണമായി അതിനെ പിന്തുണച്ചുകൊണ്ട് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മറ്റുള്ള നമ്മളോട് നമുക്ക് ആവശ്യമാവുന്ന ഭൗതികമാവുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന സംഘടനകളോടും പ്രസ്ഥാനങ്ങളോടൊക്കെ നമ്മൾ കൂറുള്ളവരാവണം. അതിന് സംശയമില്ല. ആ നിലക്ക് ഒന്നും തന്നെ കേടുവരാത്ത നിലക്ക് നല്ല നിലക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. ഇവിടെ ദീനാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കുക. ആ ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അതോടുകൂടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതല്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇവിടുത്തെ മതേതരത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതോടൊക്കെ നമുക്ക് ഏറ്റവും വലുത് വിശുദ്ധമായ ദീനാണ്. അപ്പോൾ ഇവിടെ വഖഫിൻ്റെ പ്രശ്നം ഉണ്ടായി. ആ സമസ്ത ആദ്യം കേസ് കൊടുത്തത് അങ്ങനെയില്ലേ. അപ്പോൾ ആ നിലക്ക് കാര്യമുള്ള ആവശ്യങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നും കൊണ്ടിട്ട് പ്രവർത്തിക്കുകയും ഈ രാജ്യത്തുള്ള മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ഒരു നിലക്കും അതിനൊരു വിടുതലില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ നിലക്ക് എല്ലാ വിഭാഗം ജനങ്ങളും
ആദരിക്കുകയും പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതാണ് വിശുദ്ധമാവുന്ന ദീൻ അവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഘടന. അതുകൊണ്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്താനും ഇതിനുവേണ്ടി പ്രവർത്തിക്കാനും എല്ലാവരും തയ്യാറാവണം. അത് നല്ല നെയ്യത്തോടു കൂടി ചെയ്താൽ അത് ദീനിൽ ആഖിറത്തിൽ നമുക്കൊരു മുതൽക്കൂട്ട് കൂടിയായിരിക്കും. അതിന് നമ്മുടെ നന്മയുടെ റെക്കോർഡിൽ അതിനെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും.